ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരണയിലേക്ക് സ്വാഗതം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അത് അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവഹിതം നിർവഹിക്കുക എന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡം. നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിക്കുക എന്നതാണ് വിശുദ്ധിയുടെ മൂർത്തഭാവം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയെപ്പറ്റി മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: പുഞ്ചിരിയോടെ ദൈവഹിതം പ്രവർത്തിക്കുന്നതത്രേ യഥാർത്ഥ പരിശുദ്ധി. ക്രിസ്തുവിൻ്റെ മാതൃക പിഞ്ചെന്ന അനേകം വിശുദ്ധർ നമ്മോടൊത്തുണ്ട്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതമാണ് ഈശോ നമുക്ക് മാതൃക കാട്ടിയത്. ചെറിയ ചെറിയ പരിത്യാഗങ്ങളിലൂടെ വലിയ സ്നേഹം കാട്ടി ഈശോയിലേക്ക് അകപ്പെടുവാനും ഈശോയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും വിശുദ്ധിയുടെ പടവുകൾ കയറുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.